പൊന്നൂസിന്റെ അംഗനവാടി പോവാ കേട്ടോ. സ്വാതന്ത്ര്യ ദിനാഘോഷമായിട്ട് ബന്ധപ്പെട്ടിട്ട് നമുക്ക് കുറച്ച് പരിപാടികളൊക്കെ അംഗനവാടിയിൽ ഉണ്ടായിരുന്നേ. അപ്പൊ ഞാൻ പൊന്നൂസ് രാവിലെ തന്നെ ഭയങ്കര മടിയായിരുന്നു, ഇന്ന് പോകണ്ട കാരണം വയ്യാണ്ട് കുറച്ച് ദിവസമായിട്ട് ഇരിക്കുക കേട്ടാ. അപ്പൊ എനിക്ക് ഇന്ന് പോകണ്ട അമ്മ, അംഗനവാടിയിൽ പോകണ്ട എന്ന് പറഞ്ഞിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു കേട്ടോ. അപ്പൊ ഞാൻ പറഞ്ഞു ഇന്ന് സ്വാതന്ത്ര്യ ദിനാണ്, ഇന്ന് നമുക്ക് അവിടെ പോയിട്ട് വേറെ ഒന്നുമില്ല, ലഡു കിട്ടും, നമുക്ക് ഇങ്ങനെ എന്താ പറയാ എല്ലാവരും പരിപാടിയൊക്കെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞപ്പോ അപ്പൊ മൂപ്പര് മനസ്സോടെ സമ്മതിച്ചു കൂട്ടാ. അങ്ങനെ വൈറ്റ് ആൻഡ് വൈറ്റ് ആണ് ഡ്രസ് കോഡ് ഉണ്ടായിരുന്നത്. എന്നോടും വൈറ്റ് ഇടാൻ പറഞ്ഞതായിരുന്നു, പക്ഷെ എൻ്റെ കയ്യിൽ വൈറ്റ് ഡ്രസ്സ് ആയിട്ട് ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ മെറൂൺ എടുത്ത് ഇട്ടു. അപ്പോൾ പൊന്നൂന് ഇതാ ഇന്നലെ എന്താ പറയുക ചെറിയമ്മ വരുമ്പോൾ ബാൻഡൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ബാൻഡൊക്കെ കൈയ്യുമ്മിട്ടിട്ട് മൂപ്പര് വലിയ സ്റ്റൈലിൽ പോകാൻ കേട്ടോ. മുടി കെട്ടി വയ്ക്കാൻ തീരെ സമ്മതിക്കില്ല. അപ്പം ഞാൻ മുടി കെട്ടാൻ മാത്രം ഇപ്പം ഇല്ല താനും, അതിന് പിന്നെ വെറുതെ ഒന്ന് ചീക്കിയിട്ട് സ്ലൈഡൊക്കെ ഒന്ന് മുടിയുമ്പോൾ കുത്തി കൊടുത്തു കേട്ടോ. ആ പോക്ക് കണ്ടു കഴിഞ്ഞാൽ വിചാരിക്കും എന്തോ വലിയ സംഭവമാക്കി പോവാന്ന് കേട്ടോ. ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിരുന്നു. റെഡി ഒക്കെ ആയി കഴിഞ്ഞപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെന്റ് ആയിട്ടോ. അപ്പം ഞാനും ആ ടൈം കൊണ്ടൊന്ന് റെഡി ആവാന്ന് വിചാരിച്ചു. അങ്ങനെ വേഗം ഒന്ന് പോകണം എന്ന് വിചാരിച്ചു. കാരണം ഞാനാണ് ലഡു കേട്ടിട്ടുണ്ടായിരുന്നത്. സമയം 8:45 അപ്പൊ പിന്നെ ഭയങ്കര ഓട്ടപ്പാച്ചിലായിരുന്നു. ഞാൻ വേഗം റെഡി ആയിട്ട് അതിൻ്റെ ഇടയിൽ കൂടെ ആണെങ്കിൽ പൊന്നൂന് കളർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു കൊടിയുടെ ചിത്രം പ്രിന്റ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ, പതാകയുടെ. അത് കളറിങ് മത്സരം ഉണ്ടായിരുന്നു. ഇതാണ് ഞാൻ വാങ്ങി വെച്ച ലഡു. 3 കളറായിട്ടാണ് വാങ്ങിട്ടോ. പിന്നെ എന്താ പറയുക, അപ്പോൾ എന്നിട്ട് പോകാൻ വേണ്ടി ഞാൻ വേഗം വീടിൻ്റെ അടുത്തുള്ള വിപിനേശ്വരി വീട്ടിലേക്ക് ഓടി വേഗം പോയിട്ട് ആ പ്രിന്റ് വാങ്ങിക്കൊണ്ട് വന്നു കേട്ടോ. ഇനിയപ്പോൾ അതും കൊണ്ട് വേണം പോകാൻ. കാരണം ഓൾറെഡി ഞാൻ പറഞ്ഞില്ലേ ലഡു ഒക്കെ എൻ്റെ കയ്യിലായ കാരണം എനിക്ക് നേരത്തെ പോകേണ്ടതായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ പോയി ആ ചേച്ചിനോട് സംസാരിക്കുകയൊക്കെ ചെയ്തു കേട്ടോ. അങ്ങനെ ഇതാണ് കൊടിയുടെ ചിത്രം ഉണ്ടായിരുന്നത്, ഇങ്ങനെ പ്രിന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അങ്ങനെയുണ്ട്. പൊന്നൂൻ്റെ അംഗനവാടി കുറച്ചടുത്ത് തന്നെ, നല്ല അടുത്ത് തന്നെ, നേരെ നോക്കിയാൽ കാണുന്നതാണ്. പക്ഷെ നമ്മൾ വളഞ്ഞു പോകുമ്പോൾ കുറച്ചധികം പോകാനുണ്ട് കേട്ടോ. 2 കോടിയൊക്കെ ആയിട്ടാണ് മൂപ്പര് പോണത്. ഞാനാണെങ്കിൽ ഒരു ഓഫീസിൽ എനിക്കൊരു പരിപാടിയായിട്ട് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്കൊരു ബാഡ്ജ് കിട്ടിയിട്ടുണ്ടായിരുന്നു. ആ ബാഡ്ജാണ് മൂപ്പർക്ക് കുത്തി കൊടുത്തുള്ളത്. അങ്ങനെ അംഗനവാടി പോവാണ്. വൈറ്റ് ആൻഡ് വൈറ്റ് ഇട്ടിട്ട് ഉള്ള ചളിയും വെള്ളത്തിലൊക്കെ ചവിട്ടുള്ള പരിപാടിയായിരുന്നു. ഞാൻ ചീത്ത പറഞ്ഞിട്ടാണ് വെള്ളത്തിലൊന്നും ചവിട്ടാണ്ടിരുന്നത്. അങ്ങനെ അംഗനവാടി എത്തിയപ്പോൾ എല്ലാ കുട്ടികളും നല്ല ഭംഗിയുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. വൈറ്റും എന്താ പറയുക, വൈറ്റും പലതരം പരീക്ഷണങ്ങൾ കുറേ ആൾക്കാർ നടത്തിയിട്ടുണ്ട് കേട്ടോ. നല്ല ഭംഗിയുള്ള ഉടുപ്പുകളൊക്കെ ഉണ്ടായിരുന്നു. എൻ്റെ പുത്രിക്ക് പിന്നെ ഉടുപ്പിനോട് താല്പര്യമില്ലാത്ത കാരണം ഞാൻ സമാധാനം, മറ്റേ ഉടുപ്പ് കബാറ റേറ്റാണ് കേസ്. അപ്പം ഞാൻ ഈ വൈറ്റ് ആൻഡ് വൈറ്റിൽ ഒതുക്കി. അങ്ങനെ ഓരോ രക്ഷിതാക്കളൊക്കെ നമ്മുടെ അലങ്കാരപ്പണിയൊക്കെ ആയിട്ട് നടക്കുകയായിരുന്നു കേട്ടോ. അപ്പം ഞാനാണെങ്കിൽ ഇടയിൽ കൂടെ വീഡിയോ ഒക്കെ പിടിച്ച് എനിക്ക് ബലൂൺ വീർപ്പിക്കാൻ തന്നിട്ടുണ്ടായിരുന്നു. വീർപ്പിച്ച് ശ്വാസകോശത്തിൻ്റെ വരെ ഉപ്പാട് ഇളകി പോയിട്ടുണ്ടായിരുന്നു. അത്രയും ഉറപ്പായിരുന്നു ആ ബലൂൺ വീർപ്പിക്കാൻ കേട്ടോ. ഞാൻ പിന്നെയും കുറേ ബലൂൺ പറ്റാത്ത പണിയാണെങ്കിലും ഞാൻ കയ്യിലുള്ള ബലൂണൊക്കെ വീർപ്പിച്ച് തുടങ്ങിയിട്ടാ. അങ്ങനെയാണ് ഇങ്ങനെ ആൾക്കാരുടെ അവരുടെ എന്താ പറയുക രക്ഷിതാക്കളോടൊക്കെ സംസാരിച്ച് അവിടെയുള്ള പാരൻസിനോടൊക്കെ സംസാരിച്ച് അത്യാവശ്യം കമ്പനിയായിട്ടോ. പിന്നെ അങ്ങനെ എല്ലാവരും എപ്പോഴും കാണുന്നില്ല, വല്ലപ്പോഴല്ലേ കാണുള്ളൂ. അപ്പോൾ അത്യാവശ്യം സംസാരിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഇതാണ് പരിപാടിക്ക് മുന്നായിട്ട് പിള്ളേരൊക്കെ ശാന്തസ്വരൂപത്തിൽ ഇരിക്കുകയാണ് കേട്ടോ. അങ്ങനെ എല്ലാ കുട്ടികളും ഫ്ലാഗ് ഉയർത്തുന്ന നേരമൊക്കെ ആയപ്പോൾ എല്ലാവരോടും വരാൻ പറഞ്ഞു. അങ്ങനെ നമ്മുടെ എന്താ പറയുക അംഗനവാടിത്തെ മെമ്പേഴ്സും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാരൊക്കെ വന്നു കേട്ടോ. അങ്ങനെ ഫ്ലാഗ് ഉയർത്തുന്ന ചടങ്ങൊക്കെയായി. അപ്പോൾ തൊട്ടടുത്താണ് സ്കൂളിൽ എന്തൊക്കെയോ കലാപരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മുടെ പിള്ളേരുടെ പ്രസംഗവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കുട്ടികളൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടിയിട്ടാണ് 2 വരിയെങ്കിൽ 2 വരി പറയുന്നത്. നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു കുട്ടികളുടെ കൂടെ നമ്മൾ ഇരുന്നിട്ട് അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പൊന്നൂന് അപ്പോൾ ടീച്ചർ ഏറ്റവും നന്നായിട്ട് പഠിപ്പിച്ചു കൊടുത്തിട്ട് അതുപോലെ സമ്മാനം ഉണ്ടെന്നൊക്കെ പറഞ്ഞു. അങ്ങനെ എല്ലാവരും കളർ മത്സരത്തിന്റെ കൂടെ അമ്മമാരെ കളറൊക്കെ ചെയ്തിട്ടാ. അപ്പോൾ ടീച്ചറാണെങ്കിൽ എല്ലാ കുട്ടികൾക്കും എന്താ പറയുക ഒരു ബുക്കും കളർ പെൻസിലും ആയിട്ടുള്ള ഒരു ബോക്സ്, അത് ഓൾറെഡി ഒരു കുട്ടിയുടെ അമ്മ ആ കുട്ടിയുടെ പിറന്നാളിന് കൊടുത്തു. നമുക്ക് അംഗനവാടിക്കൊക്കെ പോകുമ്പോൾ അങ്ങനെ നല്ലതായിട്ട് പിറന്നാളിനൊക്കെ നമുക്ക് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. മിഠായി മാത്രമാക്കാണ്ട് ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുമ്പോൾ കുറച്ചും കൂടി നല്ലതായിരിക്കുമെന്ന് തോന്നുന്നു. അവർ നല്ലൊരു ഇൻസ്പിറേഷൻ ആയിരുന്നു. അങ്ങനെ സമ്മാനദാനമൊക്കെയിട്ട് ടീച്ചർ പറഞ്ഞ എല്ലാവരും നല്ലതായിട്ട്. അപ്പോൾ എല്ലാവരും ഫസ്റ്റ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ടീച്ചർ സമ്മാനമൊക്കെ കൊടുക്കുന്നത്. തൊട്ട അംഗനവാടിയിലെ ഡാൻസ് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എന്താ പറയുക നല്ല ഞാനാണെങ്കിൽ കുറച്ച് നേരം പുറത്തിറങ്ങിയിട്ട് ആ കുട്ടികളുടെ ഡാൻസ് കണ്ടു കേട്ടോ. ജയഹോ പാട്ടൊക്കെ വെച്ചിട്ടാണ് ഡാൻസ് ചെയ്യുന്നത്. പിന്നെ പൊന്നൂനെ കൊണ്ട് മാത്രമായിട്ട് പ്രസംഗമൊക്കെ ഒന്നുകൂടി പറയിപ്പിച്ചു വീഡിയോ എടുത്തിടാൻ വേണ്ടിയിട്ട്.
അതൊക്കെ കഴിഞ്ഞു കേട്ടോ. അംഗനവാടിയിൽ ഈ ലഡു വിതരണം ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിൻ്റെ വീഡിയോ ആരും എടുത്തിട്ടുണ്ടായിരുന്നില്ല, ഞാനും എടുത്തിട്ടുണ്ടായിരുന്നില്ല, കുറച്ച് തിരക്കിലായി പോയി കേട്ടോ. ഞാൻ ഓറഞ്ചും വൈറ്റും അതുപോലെ തന്നെ ഗ്രീനും കൂടിയുള്ള ലഡുവാണ് സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല അടിപൊളിയായിരുന്നു പരിപാടിയൊക്കെ. അങ്ങനെ പരിപാടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ കളറിംഗ് ബുക്കൊക്കെ ആയിട്ട് ഇങ്ങോട്ട് പോന്നു കേട്ടോ. പിന്നെ ഭയങ്കര സമ്മാനം കിട്ടിയതിൻ്റെ എക്സൈറ്റ്മെൻറ്റിൽ ചാടിത്തുള്ളി നടക്കണ്ടായിരുന്നു. അപ്പോൾ അതുള്ള